സോ ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഡ്യൂട്ട് തെഫ്റ്റ് വാർസ് ആണ്. അതും എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ്. അപ്പം അവൻ്റെ പേരാണ് അഭിനവ്. അപ്പം നമുക്കിവിടെ ഇപ്പം കളിക്കാം. എല്ലാവർക്കും എന്നെ അറിയാവുന്ന എൻ്റെ ശബ്ദം കേട്ടോ. ഇവനെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഇവൻ്റെ കൂടെയൊക്കെ റോബ്ലോക്സ് കളിച്ചിട്ടുണ്ട്. അതെ, അന്ന് എൻ്റെ MB തീർന്നിരിക്കും ആവശ്യത്തിന്. നമ്മൾ കുറച്ച് ടാസ്ക് ഒക്കെ ചെയ്യാൻ പോകാനടാ. നമുക്ക് ഒരു മിഷൻ ചെയ്യണം ഗൈസ്. നമ്മുടെ റിച്ചിനെ ഗൾഫിൽ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഗൾഫിൽ സൂപ്പറൊക്കെ ഉണ്ട്. അവിടെ സൂപ്പറുണ്ട് സത്യമായിട്ടും. നമ്മളാദ്യം ആ മിഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. മൊത്തം മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സൂപ്പർ പോയിട്ടുണ്ട് ഗൈസ്. ഇതിന് എത്ര പാർട്ട് വേണമെന്ന് എനിക്കറിയത്തില്ല. എനിക്കില്ലേ, നല്ല സ്പീഡുള്ള വണ്ടി വേണം. ഇതാ ഞാൻ അടിച്ചു തരാം. എന്നിട്ടില്ലേ എനിക്കറിയാം ഇതെവിടെ മഞ്ഞിന്റെ പിന്നെ ഇവിടെയായിരുന്നു മലയുടെ അവിടെ കണ്ടോണ്ടാ. മലയുടെ കുഴപ്പമില്ല, നമുക്ക് ചെയ്താ പോരെ എന്തേലും. ഇവിടുന്ന് എടുക്കാം. അല്ല, നമുക്ക് ആദ്യം ഇല്ലേ നമുക്ക് ഇവനെ ഈ സാധനം ഇത് വിൽക്കാം. നമുക്ക് ഈ കാറൊന്ന് വിറ്റ് വെക്കാത്ത വിറ്റ് വെക്കാം. നോക്കട്ടെ എത്ര രൂപ കിട്ടും. 102 എടാ 102. ശരി, 102. എടാ $102 ഗൈസ്. ഇനി പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോയില്ല. പോയി. ഇനിയിപ്പോ അങ്ങനെ ഇട്ടും ചുമ്മാ ബൂസ്റ്റ് ചെയ്യാ ഗൈസ്. ആവശ്യത്തേക്ക് കിട്ടി. ഈ വണ്ടി എടുത്തിട്ട് പോവാം. ഈ വണ്ടി ചുമ്മാ ഒറ്റ പ്രാവശ്യം ബൂസ്റ്റ് ചെയ്യാൻ നിൽക്കാൻ മതി. കുറേ പ്രാവശ്യം ബൂസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മാപ്പിൽ ഞാൻ എന്തോ ഇട്ടിട്ടുണ്ട്. ആദ്യം പക്ഷേ നമുക്കില്ലേ മറ്റേ വീട്ടിൽ പോയാലേ. പക്ഷെ വീട്ടിലല്ലേ, പോലീസ് എനിക്ക് വേണ്ട. കുഴപ്പമില്ല. അതെ, നല്ല മലയാളം അങ്ങോട്ട് പോക്ക്. മലയാളം അങ്ങോട്ട് പോടാ. നമുക്ക് മിഷൻ ചെയ്യുമ്പോ അത് റിച്ചി എടുത്തോണ്ട് പോവല്ലേ. റിച്ചി അവനവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ കാണിക്കാം ഇത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. Hey Jack, where are you be all summer dude? I have been waiting for so long man. Now listen, here is now I got in the jail. ഇവൻ ഇങ്ങനെയാ ജയിലിൽ പോയെന്ന്. ഇങ്ങനെ വാങ്ങിക്കുന്നു താഴെ കിടക്കുന്നുണ്ടോ. എന്തോ പൊന്നൂടെ പണം മൊത്തം പോയി അവൻ്റെ. ഇത് കാണുമ്പോൾ എനിക്ക് ആ പണം എടുക്കാൻ തോന്നുന്നുണ്ടോ. അവിടെ ടയറെല്ലാം എടുത്തോണ്ട് പോയേ. ഇതിൻ്റെ അകത്ത് എസ്കേപ്പ് ആകാൻ പോയത്. പക്ഷെ ഇവരില്ലേ ടയർ എടുത്തോണ്ട് പോയി. അത് കാരണം അവർക്ക് എസ്കേപ്പ് ആകാൻ പറ്റിയില്ല. എന്നിട്ട് അവർ നോക്കുക എങ്ങനെ എസ്കേപ്പ് ആകുന്നു. എന്നിട്ട് ഇതാണ്ട് ഒരുത്തൻ്റെ ബൈക്ക് ഇതാണ്. ഒരുത്തൻ ബൈക്കേ പോകുന്നു. എന്നിട്ട് ആ ബൈക്ക് അവൻ്റെ എടുത്ത് വീരത്തിട്ട് അവരെടുത്തോണ്ട് പോയി. അവൻ കരയുമായിരിക്കും, എൻ്റെ ബൈക്കിതാ. അവിടെ പോലീസ് ഇവരൊക്കെ വട്ടം കറങ്ങും. ഇവിടെ വട്ടം ചുറ്റും ഇവരൊക്കെ. നമ്മളെ ഒരു വീഡിയോ കാണിക്കാൻ പോയത്, പക്ഷെ ബാക്കി കാണിച്ചില്ല. ബാക്കി സിനിമ പിന്നെ ഉണ്ട് കേട്ടോ, നമ്മൾ പിന്നെ കാണിക്കാം. ഫസ്റ്റ് ടാസ്ക് ഒക്കെ ചെയ്തോട്ടെ. നിൽക്കുക പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന് നമുക്കിനി റിച്ചി അല്ലേ മറ്റേ വീട്ടിലോട്ട് പോവുക. മനസ്സിലായി വീട് മുന്നിൽ തന്നെ, വീടിന് മുന്നിലൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. വീട്ടിന്റെ മുന്നിൽ തന്നെ ഡാൻസ്. ഒരു 2 പേരും കൂടെ ഉണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി. അത് അതിന്റെ പുറകിലായിട്ട് കുറച്ച് കോന്തന്മാര് കുറച്ച് കുറുക്കുവഴിയൊക്കെ എടുത്ത് പോടാ. റോട്ടിൽ കൂടെ പോവാതെ. ഞാനാണ് നേരെ മലയോടൊക്കെ ഇടിച്ചു കയറ്റിട്ട് വണ്ടി. ഇതെനിക്കറിയാം. ഇവിടെ നേരത്തെ ഇവിടെ മറ്റേ ഇത് കിടപ്പുണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്ന വീട് അവിടെയാണോ.
ഞാൻ ഡാൻസ് കളിക്കുന്ന വീടെത്തി. ഡാൻസ് കളിക്കുന്ന വീടെത്തി. ഞാൻ എന്തിനാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അകത്ത് പണം ഉണ്ട് കേട്ടോ. അത് നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതെ, അത് പറഞ്ഞ ശരി. Hey Jack, I have heard about you. The police is always talking about you, how annoying you are. How do you always do something dumb and still manage to get away from the police? So Richie send you to me. I once tried to get him out from jail, but the police saw me, so I had to run away. അവിടെ ഇവനില്ലേ, റിച്ചിനെ ഇല്ലേ, ജയിലിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചായിരുന്നു, പറ്റിയില്ലേ. പക്ഷേ ഇല്ലേ, ആ പോലീസുകാരെ ഇവനെ കണ്ട്, അത് കാരണം ഇവൻ ഓടിപ്പോയി. ബട്ട് ഐ ഫോർഗോട്ട് മൈ കാർ ദർ. പക്ഷെ ഇവനില്ലേ മറന്നുപോയി അവൻ്റെ കാർ അവിടെ വെച്ചിട്ട്. ഐ ഹാവ് ബി തിങ്കിങ് അബൌട്ട് ഹൗ ക്യാൻ ഐ ഗെറ്റ് ഹിം ഔട്ട് ആൻഡ് ഐ ഹാവ് മെയ്ഡ് എ പ്ലാൻ. ദേ ഞാൻ ഇവൻ പറയുകയാണേ, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ എങ്ങനെ പുറത്താക്കുമെന്ന്. അപ്പോൾ ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ഐ ടെൽ യു അബൌട്ട് ഇറ്റ്, ബട്ട് ഫസ്റ്റ് ക്യാൻ യു ഗെറ്റ് മൈ കാർ? ഇറ്റ്സ് ബിഹൈൻഡ് ദ പോലീസ് സ്റ്റേഷൻ. ഞാൻ ഇപ്പോൾ ആ പ്ലാൻ പറയാം, പക്ഷേ ഇല്ലേ ഇവൻ പറയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ പ്ലാൻ പറയാം, അതിന് മുമ്പ് എൻ്റെ ഒന്ന് കാർ എടുത്തോണ്ട് വരും, ആ പോലീസ് സ്റ്റേഷൻ്റെ പുറകിലുണ്ടെന്ന്. എടാ നീ ഇപ്പോൾ ബുഗാട്ടി പിന്നെ ലംബോർഗിനി ഉണ്ടോ? അതൊന്നും ഇല്ല, നമുക്ക് ഇത് തന്നെ എടുത്തോണ്ട് പോകാം. നിങ്ങൾ കണ്ടായിരുന്നു തോന്നുന്നു ഈ ഗൈസ്. പാഞ്ഞോണ്ട് തന്നെയാണ്, നല്ലതായിരുന്നു വണ്ടി. അവൻ നമുക്ക് പോലും നിന്നില്ല. എവിടെ പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ എനിക്കറിയത്തില്ല, നമ്മളിപ്പം പോയത് കൊണ്ടുപോയതോ മാലയൊക്കെ ബൂസ്റ്റിക്കിട്ടുണ്ട് പോവാ. ബൂസ്റ്റല്ലേ പിന്നെ ഞാൻ പറഞ്ഞു പൂച്ചിക്കുന്ന പൂച്ചിക്കിട്ട് ആ വെള്ളത്തിലോട്ടൊന്നും പോയേക്കല്ലേ, പിന്നെ വണ്ടി എടുക്കാൻ പിന്നെ കുറെ സമയം കിട്ടും. ഇപ്പൊ തന്നെ 7 മിനിറ്റ് ആയടാ. എവിടെയാണ് ഇവൻ വണ്ടി? വേണ്ട വണ്ടി ഇരിക്കുന്നു. ഇതെന്റെ വണ്ടി സീനാണ്. ഈ വണ്ടിയില്ലേ ഇത് അവിടെ, ഈ വണ്ടി നിനക്കറിയോ ഭയങ്കര സ്പീഡാ. റേസിംഗ് കാറാണോ? ആ സ്പോർട്സ് കാറാ. ഇതിന്റെ സ്പീഡ്. പിന്നെ അതിനേക്കാളും വലിയ സ്പോർട്സ് കാർ ഞാൻ കണ്ടല്ലോ. എടാ മലയുടെ അവിടെ ഇരിക്കുന്ന ഈ കാറ് കണ്ടിട്ടുണ്ടോ? ആ കാറ് നീ കണ്ടിട്ടുണ്ട്? ഇതുകൊണ്ട് എന്ത് സ്പീഡാ പെട്ടെന്ന്, ഇപ്പൊ തന്നെ 100 കൂടുതൽ. ആ വണ്ടിയാണെ 150 ഫുൾ സ്പീഡ് എടുത്തോണ്ടല്ലോ. എൻ്റെ അമ്മ, കൺട്രോൾ കിട്ടാത്ത വണ്ടി അത്. ഇവിടെ ചുമ്മാ ബൂസ്റ്റ് ചെയ്താ നമ്മുടെ ഇവന്റെ കാറില്ലേ ഇവിടെ പാർക്ക് ചെയ്യണം. ഈ സ്ഥലത്ത് വർക്ക് ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവിടെ നിന്ന് തൊട്ടിട്ട് പോയാൽ മതി. അപ്പം അവൻ്റെ കാർ അവന് വേണ്ടേ? അവിടെ ഇവിടെ വേണ്ടേ ഇവന് കാറ് ഇവിടെ വെച്ചേക്കാം. അയ്യോ അവിടെ ഇതിന് ഇവന് എന്താ ഇവരൊക്കെ ഇവർക്ക് ഒരു സൂക്കേടുണ്ട് ഇവിടെ എങ്ങനെ ഇവനോട് സംസാരിക്കട്ടെ. താങ്ക്സ് ഫോർ ദ കാർ. കാറിന് വേണ്ടി നന്ദി. ദാറ്റ് വാസ് ഫാസ്റ്റ് ഡ്യൂഡ്, ബട്ട് ഐ ബെറ്റ് യു ക്യാൻ ബീറ്റ് മൈ റെക്കോർഡ്. അവിടെ ഇവൻ്റെ റെക്കോർഡില്ലേ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അറൗണ്ട് ദ സിറ്റി കോസ് ഐ ആം ദ ഫാസ്റ്റസ്റ്റ് ഡ്രൈവർ ഹിയർ. ഞാൻ ഇവിടുത്തെ ഈ സിറ്റിയുടെ ഇല്ലേ, ഇവൻ പറയുകയാണേ ഞാൻ ഇവിടുത്തെ ഈ സിറ്റിയുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡ്രൈവറാണ്. എന്നിട്ട് ആൾക്കാർ പറയുന്നില്ലേ ഐ ആം സോ ഫാസ്റ്റ് ദേ യൂസ് ടു കോൾ മീ സാനിക് ദ സ്പീഡി സ്ലാവ്. അത്ര സ്പീഡാ. വൈ ഡോണ്ട് യു ഗീവ് എ ട്രൈ? ഇവൻ പറയുകയാണേ നമ്മൾ ഇവൻ്റെ തോപ്പിച്ചെങ്കിൽ ഞാൻ ബെറ്റ് ഇടുക. നമ്മൾ ഇവൻ്റെ തോപ്പിച്ചെങ്കിൽ റെക്കോർഡില്ലേ ഇവൻ 500 രൂപ, നമുക്ക് $500 തരും. അതിന് നിനക്ക് സ്പീഡുള്ള വണ്ടി വേണോ? ഇവന്റെ കാർമ്മ ചെയ്യണം. നീ എന്താ ഓർത്തെ? സ്പീഡുള്ള വണ്ടി ഉണ്ടല്ലോ. അതല്ല ഇവന്റെ കാർ വെച്ച് ചെയ്യണം. ഇവന്റെ കാർ വെച്ച് ചെയ്യണം. അല്ല പിന്നെ അല്ല അപ്പൊ അവൻ എന്ത്? അവന്റെ കാർമ്മ വെച്ചല്ലേ പിന്നെ ചെയ്യുന്നു. എന്നിട്ട് അവന്റെ കാറ് കാണുന്നില്ലല്ലോ. ഇതല്ലേ പിന്നെ അവന്റെ കാറ്. അപ്പൊ അവനും പറഞ്ഞിട്ടുണ്ട്. അവൻ അവിടെ നമ്മൾ ചാലഞ്ച് ചെയ്തയാ. അവൻ്റെ വീട് വരെ എത്തണം ഇങ്ങനെ കറങ്ങി ഇതെല്ലാം വെച്ചിട്ട്. നമുക്ക് സെക്കൻഡ് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് കൂടുതൽ നമുക്കൊക്കെ അത് ഈസിയാ. നമ്മൾ തന്നെ പിന്നെ ഇത്ര പെട്ടെന്ന് എത്തും.
എടാ ഇവൻ നമ്മളെ ചാലഞ്ച് ചെയ്തു, പക്ഷെ അവൻ്റെ ചാലഞ്ച് എങ്ങാനും പോയല്ലോ. പിന്നെ അങ്ങനെയൊന്ന് പറയേ, നമ്മൾ പെട്ടെന്നൊക്കെ പോകുന്നത് ബൂസ്റ്റ് ഒക്കെ പോകണം. എനിക്കറിയാം ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് അയ്യോ അയ്യോ 1 മിനിറ്റ് പോലും ഇല്ല, 50 സെക്കൻഡ് കാണുകയുള്ളൂ. ഓണ്ട് ഇടിച്ച് നമ്മളെ ആണ്ടി. ഇവനെന്താ കാണിക്കുന്നേ? സ്റ്റാർ പകരം പോ. പിന്നെ അവൻ്റെ പോലീസൊക്കെ പോട്ടെ, നമ്മുടെ മിഷനെ നോക്കണ്ടേ. അവൻ്റെ പോലീസ് അവൻ്റെ നിന്ന് നോക്കാൻ പോട്ടെ. ഓടോടെ താണ്ടറ കിട്ടിയതേ, നമ്മൾ ജയിച്ചേ. നമ്മളിത് ഇങ്ങോട്ടൊന്ന് പോയാൽ മതി. ഓ ഇവൻ്റെ കാറ് ആണ് നമ്മൾ ചെയ്തേക്കാം. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വേണ്ടേ പിന്നെ അടുത്ത് ചെയ്യുക. മാൻ ദാറ്റ് വാസ് ഗുഡ്, ഹൗ ഡിഡ് യു ഡു ദാറ്റ്? ഹവിൻ പറയണേ. ഓ അതും ശരിക്കും നല്ലായിരുന്നല്ലോ, എന്ത് പൊളിയായിരുന്നു. നീ എങ്ങനെ ചെയ്തെന്ന്? ഓ എന്തെങ്കിലും ആട്ടെ, എൻ്റെ ഇവിടെ പ്ലാൻ വേണ്ട, ഞാൻ ഇപ്പം പറയാൻ പോയി. While I was out trying to get Richie out, I noticed that the jail is controlled by DueNet. That can be hacked if I got the hacking tools. To build that I need 3 things. A hacking device which I saw around the police station, an electronic chip which I saw at the desert near factory, and an USB drive that you can find it in somewhere in offices. Now go, Richie must be waiting. എടാ നമുക്കൊരു സൂപ്പർ കാർ എടുത്താലോ, നല്ല സ്പീഡ്. ഗൈസ് നമുക്കിപ്പം ഇന്നത്തേക്ക് ഇത്രയും നിർത്തിയാലോടാ, 12 മിനിറ്റ് ആയി. എടാ നമുക്കില്ല സൂപ്പർ കാർ എടുക്കാൻ പോയാലോ, മറ്റേത് എടുക്കാം. അത് നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്താലോ. വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മൾ ഇവിടം വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഹാക്കിംഗ് ഡിവൈസും കൂടെ കണ്ടുപിടിച്ച് നമുക്ക് ഇവൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. 3 ഹാക്കിംഗ് ഡിവൈസ് ഉണ്ട്. അത് ആദ്യം പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ്, അത് കഴിഞ്ഞ് ഡിസൈഡ് ഫാക്ടറിയുടെ അവിടെ, പിന്നെ ഓരോ ഓഫീസിലെങ്ങാണ്ട് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യുക. ടാറ്റാ, ഗുഡ് ബൈ.